മൂപ്പിളമ തർക്കം സി പി ഐക്കും സി പി എമ്മിനും പണ്ടു മുതലേ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി നമ്മുടെ കേരളം. രാഷ്ട്രീയ വേദികളൊക്കെ ഒഴിഞ്ഞു. എന്നാൽ അണിയറയിൽ ഇപ്പോഴും തലപുകഞ്ഞാലോചിക്കുന്നവരും പെരുത്ത് ഈർഷ്യ മൂത്ത് നിൽക്കുന്നവരുമൊക്കെ ഉണ്ട്, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. ബി ജെ പിയിലെ പൊട്ടിത്തെറി ഏതാണ്ട് പൂരം കാണുന്നത് പോലെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും രഘുനാഥും എല്ലാവരും തമ്മിലടിയും ദേശീയ നേതൃത്വത്തിന് ഇടപെടലുമൊക്കെ കണ്ടു കഴിഞ്ഞു. സുരേന്ദ്രൻ തന്നെ നാഴികയ്ക്ക് 40 വാർത്താ സമ്മേളനം നടത്തി എല്ലാ കാര്യവും വിളിച്ചു പറയുന്നുണ്ട്. സുരേന്ദ്രൻ ശോഭയെ തെറി പറഞ്ഞു എന്ന് ആദ്യം പറയും, പിന്നെ ശോഭ നന്നായി പ്രവർത്തിച്ചു എന്ന് പിന്നീട് പറയും. അങ്ങനെയൊക്കെ ബി ജെ പിയിലെ പൊട്ടിത്തെറി ഏതാണ്ട് പൂരം കാണുന്നത് പോലെ മലയാളികൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ നടക്കുന്ന പോരാട്ടം അതീവ രഹസ്യമാണ്. നമുക്കറിയാം, വയനാടിൽ ആനി രാജ 7 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചപ്പോൾ 70,000-ഓളം വോട്ട് കൂടുതൽ ലഭിച്ചിരുന്നു. ആർക്ക് ലഭിച്ചതിനേക്കാൾ ഇപ്പോൾ മത്സരിച്ച സത്യൻ മൊകേരിക്ക് ലഭിച്ചതിനേക്കാൾ 70,000 വോട്ട് കൂടുതൽ ലഭിച്ചിരുന്നു. 7 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്രയും വോട്ടെങ്കിലും സത്യൻ മൊകേരിക്ക് ലഭിക്കേണ്ടതല്ലേ, സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതല്ലേ എന്നാണ് സത്യൻ മൊകേരി ചോദിക്കുന്നത്. എന്നാൽ ആ വോട്ടുകൾ പോലും പാർട്ടിക്ക് ലഭിച്ചില്ല, ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല. 70,000 വോട്ടിൻ്റെ കുറവാണ് സത്യൻ മൊകേരിക്ക് കിട്ടിയത്. എന്നാൽ ഇനി മറ്റൊരു കാര്യം, DYFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്ന ബൂത്ത്, അത് DYFIയുടെ ജില്ലാ സെക്രട്ടറി അവരൊക്കെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ച് ആളുകളുടെ പാർട്ടി വോട്ടുകൾ പാർട്ടിക്ക് കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ചുമതലപ്പെട്ട ആളുകളാണ് ഈ സാരഥികൾ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സാരഥികൾ. അയാളുടെ ബൂത്തിൽ എന്ത് സംഭവിച്ചു? 417 വോട്ടിന് പ്രിയങ്ക ഗാന്ധി അവിടെ ലീഡ് ചെയ്തു. 417 വോട്ടിന് ആ ബൂത്തിൽ പ്രിയങ്ക ഗാന്ധിക്കാണ് ലീഡ്. മറ്റൊരു ബൂത്തിൽ, അതായത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ 141 നമ്പർ ബൂത്തിൽ ആകെ ലഭിച്ചത് 343 വോട്ടുകളാണ് സത്യൻ മൊകേരിക്ക് ലഭിച്ചത്. അവിടെയും പ്രിയങ്കയ്ക്ക് തന്നെയാണ് ലീഡ്, വെറും 343 വോട്ട്. അങ്ങനെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിലും DYFI ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിലാണെങ്കിൽ പ്രിയങ്കയ്ക്ക് വൻ ഭൂരിപക്ഷം. ഇനി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന ബൂത്തിലാകട്ടെ, സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന ബൂത്തിൽ BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് 2ാം സ്ഥാനത്ത്, സത്യൻ മൊകേരി 3ാം സ്ഥാനത്താണ്. സാധാരണ സ്വാധീന മണ്ഡലങ്ങളിലെങ്കിലും സി പി എം കൃത്യമായ കണക്കെടുപ്പും നന്നായി പ്രവർത്തിച്ച് വോട്ട് മുഴുവൻ ലഭിക്കുന്നതാണ്. എന്നാൽ വോട്ട് ഇത്തവണ ലഭിച്ചില്ല. അതിന് കാരണം സത്യൻ മൊകേരിയും സി പി ഐയും കണ്ടെത്തിയിരിക്കുന്നത്, ഒന്ന്, ബിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ അടിയാളായിരിക്കുന്നു. ഒരു അടിമയെപ്പോലെ എപ്പോഴും താങ്ങി തൂങ്ങി സി പി എമ്മിൻ്റെ തണലിലാണ് ബിനോയ് വിശ്വം നിൽക്കുന്നത്. അയാളൊന്നും മറുത്തു പറയുന്നില്ല, അയാളുടെ നേതൃത്വം ശരിയായിട്ടില്ല. മറ്റൊന്ന്, സി പി എമ്മിൻ്റെ അണികളും നേതാക്കളും ആരും പ്രവർത്തന രംഗത്ത് ഇറങ്ങിയില്ല, അവരാരും വോട്ട് പിടിക്കാൻ ഇറങ്ങിയില്ല. സി പി ഐക്കാർ മാത്രമാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. ഇതാണ് തർക്കത്തിൻ്റെ പ്രധാന കാരണം. സി പി എം സി പി ഐയെ വയനാട് വഞ്ചിച്ചു. ജയിക്കില്ലെന്നറിയാം, പക്ഷേ തെറ്റില്ലാത്ത വോട്ടുന്നില്ല, ശരാശരി വോട്ടെങ്കിലും ലഭിച്ചാൽ മാത്രമേ സി പി ഐക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ മുഖം രക്ഷിക്കണ്ടേ, അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. വയനാട് ആനി രാജ നേടിയതിനേക്കാൾ 70,000 വോട്ടിന് സത്യൻ മൊകേരി താഴോട്ട് പോയി. അതാണ് വളരെ വലിയ വിമർശനത്തിനും പൊട്ടിത്തെറിക്കും കാരണം. പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയാണ് ആദ്യമേ തന്നെ സത്യൻ മൊകേരിയും ആളുകളുമൊക്കെ വിമർശനം ഉന്നയിച്ചത്. സി പി എമ്മിൻ്റെ അടിയാളായി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. മറ്റൊന്ന്, സി പി എംകാർ ഇനി പറയുന്നത് കേൾക്കണം. അതീവ രഹസ്യമായിട്ടാണ് അവർ പറയുന്നതെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ട്. എന്തെങ്കിലും നേട്ടമുണ്ടായാൽ, സർക്കാർ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയാൽ അതൊക്കെ ആരുടെ അക്കൗണ്ടിൽ പോകും? സ്വാഭാവികമായും സി പി ഐ പറയും, അത് ഞങ്ങളുടെ മന്ത്രി ചെയ്തതാണ്, ഞങ്ങളാണ് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വീമ്പിളക്കും. ഇനി എന്തെങ്കിലും പരാജയം സംഭവിച്ചാലോ, എന്തെങ്കിലും മോശം സംഭവിച്ചാലോ അത് സി പി എമ്മിൻ്റെ കയ്യിലിരിപ്പ്, സി പി എം അങ്ങനെ നിലപാടെടുത്തു എന്ന് പറയും. നമുക്കറിയാം, ഭൂതകാലത്ത് നടന്ന PV അൻവറിൻ്റെ ആരോപണം മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ MR അജിത് കുമാറിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാം സി പി എമ്മിൻ്റെ പള്ളക്കാണ്. സി പി എം സംരക്ഷിക്കുന്നു, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി സി പി ഐ നല്ല പിള്ള ചമഞ്ഞിരുന്നു. എന്നാൽ സി പി എംകാർ എന്ത് കരുതി? ഇവർ ഞങ്ങൾ നിരന്തരം ഇങ്ങനെ വേട്ടയാടുകയല്ലേ, വിമർശിച്ചും സർക്കാരിനെ പഴി പറഞ്ഞും നേതാക്കളെ പഴി പറഞ്ഞും സി പി ഐ നല്ല പിള്ള ചമയുകയാണല്ലോ. അവർ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി വോട്ട് പിടിച്ച് ജയിച്ച് കാണിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കട്ടെ. അതുകൊണ്ടാരും പ്രവർത്തിച്ചില്ല. നന്നായി എന്നാണ് സി പി എമ്മിൻ്റെ ഉള്ളിലിരിപ്പ്. ഇത് കൃത്യമായി സി പി ഐക്കാരെ അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സി പി ഐക്ക് ഇത്രയധികം ദേഷ്യം. അതുമാത്രമല്ല, സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്ന് പത്രം വായിക്കുമ്പോൾ സരിൻ ഒരു പാർട്ടിയിൽ, നാളെ പത്രം വായിക്കുമ്പോൾ സരിൻ മറ്റൊരു പാർട്ടിയിൽ. ഇങ്ങനെയുള്ള ആളുകളെ പാർട്ടിക്ക് താല്പര്യപ്പെടാൻ പാടില്ല, സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല, അവരോട് താല്പര്യമില്ല എന്ന് സി ദിവാകരൻ പറഞ്ഞിരുന്നു.
സി ദിവാരൻ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കാനം രാജേന്ദ്രൻ ചവിട്ടിപ്പുറത്താക്കിയതൊക്കെ അറിയാമല്ലോ കഴിഞ്ഞ സമ്മേളന കാലത്ത്. ചവിട്ടിപ്പുറത്താക്കിയല്ല, പ്രായം പറഞ്ഞിട്ടാണ് പുറത്താക്കിയതെങ്കിൽ പോലും സി ദിവാകരനാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് BJPയിൽ മാത്രമല്ല കോൺഗ്രസിലും CPMലും തമ്മിലടിക്ക് കാരണമായിട്ടുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ട തമ്മിലടിയാണ്. സന്ദീപ് വാര്യർക്ക് ഇത്രയധികം പ്രൊമോഷൻ നൽകേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള, പിന്നെ അതുപോലെ തന്നെ സരിൻ മറുകണ്ഠം ചാടിയത്, അതൊക്കെ വിഷയങ്ങളാണ്. VD സതീശനും K സുധാകരനും ഒക്കെ നേരെ ഇടപെട്ടിരുന്നുവെങ്കിൽ സരിൻ പോകില്ലായിരുന്നെന്ന ചിന്തയൊക്കെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിനുണ്ടെങ്കിലും, പക്ഷേ ആ ഒരു പുറത്ത് കോൺഗ്രസിന് പുറത്ത് അങ്ങനെ ഒരു വിവാദത്തിലേക്ക് എത്തിയിട്ടില്ല. ഷാഫി പറമ്പിൽ പറഞ്ഞ ഈ വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് മാത്രമേ ലീഗിന് കൊണ്ടിട്ടുള്ളൂ. ലീഗ് അത് വളരെ കാര്യമായി എടുത്തിട്ടുമില്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ CPMകാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുകയാണ്. അവിടെ അടുത്ത് നഗരസഭ പിടിച്ചടക്കാൻ, മുനിസിപ്പാലിറ്റി ഭരണം പിടിച്ചടക്കാൻ ഷാഫി പറമ്പിൽ അങ്ങനെ ഇറങ്ങി നടക്കുന്നൊക്കെയുണ്ട്. അതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. BJPയിലെ പൊട്ടിത്തെറി പുറം ലോകം അറിഞ്ഞു. ഇനി CPI ഇടതുമുന്നണിക്കകത്ത് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരും. കാരണം വയനാട് CPIയെ ഒറ്റപ്പെടുത്തി CPM ഒറ്റുകൊടുത്തു. CPM അവരുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട വോട്ട് നിലയെങ്കിലും ലഭ്യമായേനെ എന്ന പരാതി ഇടതുമുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.